Hey Siri, everything you want to know about Apple. Hi everyone, this is Jebin Che from Evika. അങ്ങനെ നമ്മുടെ iOS 16.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ ഐഫോൺ 8 മുതൽ ഐഫോൺ 14 Pro Max വരെയുള്ള എല്ലാ ഡിവൈസിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് മാക്കിനും വാച്ചിനും ഐപാഡിനും ഹോം പോഡിനും ടി വിക്കൊക്കെ ഉള്ള പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ എഴുതുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ കാര്യം പറയുന്നത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽഡ് നമ്പർ തന്നെയാണ്. നേരെ നമുക്ക് സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20D47 എന്ന്. ഈ ഒരു ബിൽഡ് നമ്പറിനായിരിക്കും മിക്കവാറും എല്ലാ iOS ഡിവൈസിലും നമുക്ക് കാണാൻ പോകുന്നത്. അതേപോലെ അടുത്ത് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാ ഐഫോൺ 14 Pro Max ഡിവൈസുകൾക്കും പുതിയൊരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 14 Pro ആണ്, അല്ലെങ്കിൽ Pro Max ആണ്. അല്ലാത്ത ബാക്കി എല്ലാ ഡിവൈസുകൾക്കും മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ അത്രക്ക് ആപ്പിൾ പുഷ് ചെയ്തിട്ടില്ല. ആദ്യത്തെ മേജർ ചേഞ്ച് വരുന്നത് നമ്മുടെ സെക്യൂരിറ്റി കീയിലാണ്. സെക്യൂരിറ്റി കീൻ്റെ മാറ്റങ്ങൾ എവിടെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സിൽ പോവാം. അവിടെ നമ്മുടെ ആപ്പിൾ ഐ ഡിയിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് നമ്മൾ ടാപ്പ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും ആഡ് സെക്യൂരിറ്റി കീ എന്ന്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോപ്പ് വരുന്നതായിരിക്കും. ഇതെന്താണ് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമുക്ക് കുറേയധികം ഫയൽസുകളും കുറേയധികം പാസ്വേഡൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ ഫയൽസും പാസ്വേഡൊക്കെ ഒരു ഹാർഡ് ഡ്രൈവിലേക്ക്, ഫിസിക്കൽ ഹാർഡ് ഡ്രൈവിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് NFC ആൻഡ് USB ലൈറ്റ്നിങ്. അപ്പോൾ ഈ പറഞ്ഞ പാസ്വേഡും ഫയൽസും നമ്മൾ ആ ഒരു ഹാർഡ് ഡ്രൈവിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഫയലിലേക്ക് മാറും. പക്ഷേ ആ ഒരു ഫയൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ആപ്പിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിവിടെ അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, സ്റ്റോർ യുവർ കീ സെപ്പറേറ്റ്ലി ആൻഡ് ഇൻ എ സേഫ് പ്ലേസ്. ഇഫ് യു ലൂസ് ദം ആപ്പിൾ വോണ്ട് ഏബിൾ ടു ഹെൽപ്പ് യു ആക്സസ് യുവർ അക്കൗണ്ട് എന്ന് ഇവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഡാറ്റാസും ഫയൽസൊക്കെ ഒരു ഹാർഡ് ഡ്രൈവിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഐഫോണിൽ നിന്ന് ആ ഒരു ഫയൽ പോവുകയോ അല്ലെങ്കിൽ ആ പറഞ്ഞ ഹാർഡ് ഡ്രൈവ് പോവുകയോ ചെയ്താൽ ആപ്പിളിന് ആ ഒരു ബാക്കപ്പ് തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്ന്. അവിടെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പോഴും നമുക്ക് അവിടെ നിന്ന് റിക്കവറി ചെയ്യാനായിട്ട് ഒരു റിക്കവറി അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് താഴത്തേക്ക് പോകുമ്പോൾ അക്കൗണ്ട് റിക്കവറി എന്നുണ്ടാവും. ഈ ഒരു അക്കൗണ്ട് റിക്കവറിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിക്കവറി കോൺടാക്റ്റും റിക്കവറി കീയും നമുക്കിവിടെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ ഏതെങ്കിലും കാരണം വെച്ചാൽ പോവുകയാണെങ്കിൽ ഈ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ റിക്കവറി ചെയ്യണമെന്നാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ റിക്കവറി ഓപ്ഷൻ നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ കോൺടാക്റ്റും ആ റിക്കവറി കീയും കൊടുത്ത് നമുക്കത് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അടുത്ത വന്ന മേജർ ചേഞ്ച് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ എമർജൻസി SOSലാണ്. എമർജൻസി SOSൽ നമുക്കൊന്ന് മാറ്റം എന്ന് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കോൾ ക്വയറ്റ്ലി എന്നൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്ലാഷ് ലൈറ്റും അതേപോലെ സൈറനും സൈലൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. പൊതുവേ നമ്മുടെ എമർജൻസി SOS നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലും നമുക്കൊരു സൈറൻ കേൾക്കും, അതേപോലെ ഒരു 10 സെക്കൻഡ്സോ 5 സെക്കൻഡ്സോ കൗണ്ട് ഡൗൺ ഉണ്ടാവും. ഈ പറഞ്ഞ ഒരു ആക്ടിവിറ്റിക്കും സൗണ്ട് ഉണ്ടാവില്ല. ആ ഒരു ഫുൾ ആക്ടിവിറ്റിയും മ്യൂട്ടായിട്ടായിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നത്. അടുത്ത വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ മാപ്പിലാണ്. ആപ്പിൾ മാപ്പിൽ നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു മാറ്റങ്ങളൊന്നും വലുതായിട്ട് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അമേരിക്കയിൽ ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞ പല മേജർ സിറ്റീസിലാണ് ആ ഒരു മാറ്റം ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു പുതിയൊരു ഡയറക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ലൊക്കേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോർ എന്ന ഓപ്ഷൻ കാണാം. ആ ഒരു മോറിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു 3 ഓപ്ഷൻ അല്ലാതെ 4ാമത്തെ ഓപ്ഷൻ കാണിക്കും. ആ ഒരു ഓപ്ഷൻ്റെ പേരാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു സെൻറ്ററിലേക്കോ ഒരു ഹാളിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ലോട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ
പാർക്കിംഗ് സ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് നമുക്ക് പാർക്കിംഗ് വേണ്ടത്, എവിടെയാണ് വേണ്ടതൊക്കെ നമുക്ക് ഈ ഒരു ആപ്പിൾ മാപ്പിൽ കൂടെ തന്നെ കൺഫേം ചെയ്ത് ആ ഒരു സ്ലോട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇപ്പോൾ അത് അമേരിക്കയിലെ മേജർ സിറ്റീസിൽ മാത്രമേ റോൾ ഔട്ട് ചെയ്യുന്നുള്ളൂ. പതുക്കെ എൻറ്റയർ കൺട്രിയിലേക്കും എൻറ്റയർ വേൾഡിലേക്കും ആപ്പിൾ ഇത് റോൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത് വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വാൾപേപ്പറിലാണ്. വാൾപേപ്പറിൽ നമ്മുടെ iOS 16.3യിലും watchOSലാണ് പുതിയ മാറ്റമുള്ള വാൾപേപ്പർ വരുന്നത്. ഈ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ സെറ്റിങ്സിൽ വാൾപേപ്പർ ഓപ്ഷനിലേക്ക് പോവാം. ഒരു പുതിയ വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് ചെന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും യൂണിറ്റി എന്ന് പറഞ്ഞൊരു പുതിയ കാറ്റഗറി വന്നിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറി എന്തിനാണ് ആപ്പിൾ കൊണ്ടുവരുന്നതെന്നോ എല്ലാ കൊല്ലവും ആപ്പിൾ യൂണിറ്റിക്കും പ്രൈഡിനും വേണ്ടി ഓരോ പുതിയ വാൾപേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ബ്ലാക്ക് ഹിസ്റ്ററി മന്ത് ആചരിക്കുന്നതുകൊണ്ടാണ് ആപ്പിളിൽ ഈ ഒരു പുതിയ വാൾപേപ്പർ സെക്ഷൻ വന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ യൂണിറ്റി എന്ന് പറഞ്ഞ വാൾപേപ്പറിൽ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ ബാക്കി ഒരു വാൾപേപ്പറിലും കിട്ടാത്ത ഒരു പ്രത്യേക ടൈം ഫോണ്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു എന്താ പറയുക റൗണ്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ടൈം ഫോണ്ടും ഈ ഒരു വാൾപേപ്പർ മാത്രമായിട്ടാണ് ലഭിക്കുന്നത്. iPhone 14 പ്രോയും പ്രോ മാക്സിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളവർക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14ലും 14 പ്രോയിലും നമുക്ക് യൂണിറ്റി വാൾപേപ്പർ ഇതേപോലെ അടിപൊളിയായിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു വാൾപേപ്പർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത് വരുന്നത് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയി കണ്ടിട്ട് നമ്മുടെ ആപ്പിൾ ഐഡിയിൽ ടാപ്പ് ചെയ്യുക. ആപ്പിൾ ഐഡിയിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ iCloud സെലക്ട് ചെയ്യുക. നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഓഫ് എന്നൊന്ന് കാണും. നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ ഡാറ്റയുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് വരുന്ന ഒരു പുതിയ മാറ്റമാണ്. ആദ്യം ഇത് അമേരിക്കയിൽ മാത്രമാണ് റോൾ ഔട്ട് ചെയ്തത്. ഇപ്പോൾ അക്രോസ് ദ വേൾഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല ആപ്പുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സഫാരി, iCloud, മെസ്സേജ്, നോട്ട്സ്, ഫോട്ടോസ് എന്നീ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസിനും എല്ലാ ഡാറ്റാസും കളക്ട് ആവുന്നത് ആപ്പിളിൻ്റെ ഒരു സെർവറിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ആപ്പിൾ ഇനി മുതൽ ആ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഡാറ്റ ബാക്കപ്പും നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് മാറ്റി തരുന്നത്. ഈ ഒരു മാറ്റം എന്തുകൊണ്ടാണ് വരുത്തുന്നത് വെച്ചാൽ ആപ്പിളിൻ്റെ കയ്യിൽ ഈ പറഞ്ഞ എല്ലാ ഡാറ്റാസിൻ്റെയും ഒരു എൻക്രിപ്റ്റഡ് കോപ്പി ആപ്പിളിൻ്റെ സെർവറിൽ ഉണ്ടാവും. ഈ പറഞ്ഞ സെർവറിൽ ആരെങ്കിലും ഒരു സെക്യൂരിറ്റി ബ്രീച്ച് നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആപ്പിൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നയം സ്വീകരിക്കുന്നത്. നമ്മുടെ ഫോണിലുണ്ടാകുന്ന ഡാറ്റ നമുക്ക് മാത്രം നമ്മുടെ ഫോണിൽ എന്ന രീതിയിലാണ് ഈ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ ഒരു മോട്ടോ എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടേൺ ഓൺ അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ യുവർ ഡാറ്റ റിക്കവറി എന്ന് ഒരു എക്സ്ക്ലേമേറ്ററി ചിഹ്നവും ഒരു ലോക്കിൻ്റെ ചിഹ്നം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ വേറൊരു ക്ലൗഡിലേക്കോ സെർവറിലേക്കോ ഇതിൻ്റെ ബാക്കപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡാറ്റ നമ്മുടെ കയ്യിൽ മാത്രം എന്ന രീതിയിലാണ് ഈ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഫുൾ ഡാറ്റ സെർവേഴ്സും കട്ട് ചെയ്ത് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഒരു ഡിവൈസിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ വല്ല നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസ് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. ഇവിടെയും നമുക്ക് അക്കൗണ്ട് റിക്കവറി എന്ന ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ സെറ്റപ്പ് ചെയ്ത് നമുക്ക് ട്രസ്റ്റ്ഫുള്ളായ ഒരു പേഴ്സണെ അക്കൗണ്ട് റിക്കവറി കോൺടാക്റ്റ് ആയിട്ടും അക്കൗണ്ട് റിക്കവറി കീ ആയിട്ടും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ബഗ് ഫിക്സസിൻ്റെ കാര്യം പറയാം. ബഗ് ഫിക്സസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ഫ്രീ ഫോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ഫ്രീ ഫോം എന്ന ആപ്ലിക്കേഷനിൽ വന്ന ബഗ് ഫിക്സ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക ക്യാൻവാസിൽ നമ്മൾ ഏതെങ്കിലും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സ്ട്രോക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് സിങ്ക്രണൈസേഷൻ വരുന്നുണ്ടായിരുന്നില്ല. ചില ഡിവൈസിൽ നമ്മൾ വരക്കുമ്പോഴും സൈമൾട്ടേനിയസ്ലി മറ്റേ ഡിവൈസിൽ സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അധികം സിങ്കിങ് ഇഷ്യൂവും സ്ട്രോക്കുകളിലേക്ക് കുറച്ച് ഇഷ്യൂസും ആപ്പിൾ വരുത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫ്രീ ഫോം എന്ന ആപ്പിൽ ആ ഒരു ബഗ്ഗും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്ന ബഗ് ഫിക്സ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്ന ഡിവൈസുകൾക്കാണ്. അത് 14 പ്രോയും 14 പ്രോ മാക്സിനുമാണ്. നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ നമുക്കിവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ നമ്മുടെ വാൾപേപ്പർ ഡിമ്മാക്കി ഒരു ഹെഡ്സിൽ ഡിമ്മാക്കി നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ചെയ്യുന്ന
ആപ്പിളിൻ്റെ മാത്രം ഒരു പ്രത്യേക ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ആ ഡിസ്പ്ലേ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മൾ ഓൺ ചെയ്താലും ഫുൾ സ്ക്രീൻ ബ്ലാക്ക് ഔട്ടായി പോകുന്ന ഒരു പ്രതീതിയായിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായത്. ആ ഒരു ബഗ്ഗും, അതായത് ഇപ്പോൾ വാൾപേപ്പർ ഓൺ ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ആ ഒരു വാൾപേപ്പർ ഡിം ആവണം, അല്ലാതെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആവരുത്. ആ ഒരു ബഗ്ഗും ആപ്പിൾ ഇപ്പോൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്ന ബഗ് ഏറ്റവും കൂടുതൽ ആപ്പിൾ യൂസേഴ്സ് പറഞ്ഞൊരു ബഗ്ഗാണ്. നമ്മുടെ 14 പ്രോയും 13 പ്രോയും 12 പ്രോയിലൊക്കെ വന്ന വലിയൊരു പ്രശ്നമായിരുന്നു. ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മുടെ ഡിവൈസിൽ വന്നുകൊണ്ടിരിക്കുന്നു, പച്ച ലൈൻ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ. ആ ഒരു ബഗ് ആപ്പിൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ആ ഒരു ബഗ്ഗും ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത വരുന്ന ബഗ് ഫിക്സ് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ വരുന്ന ഹോം ആപ്ലിക്കേഷൻസിലാണ്. ഈ പറഞ്ഞ വിജറ്റിലൊക്കെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സാണ് കാണുന്നത്. പക്ഷേ ഹോം ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹോം ആക്സസറീസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ന്യൂമറിക്കൽ നമ്പറല്ല തരുന്നത്. എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്പറായിരുന്നു അല്ലെങ്കിൽ ഒരു റിസൾട്ടായിരുന്നു തന്നുകൊണ്ടിരുന്നത് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ. ആ ഒരു മാറ്റവും ആപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ബഗ് ഫിക്സും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത വരുന്ന അവസാനത്തെ ബഗ് ഫിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സിറി മോളുടെയാണ്. കാരണം സിറി മോള് നമ്മൾ പ്രത്യേകിച്ച് കാർ പ്ലേ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിന് ഇഷ്ടമുള്ള ഏത് പാട്ടാണോ ആ പാട്ടായിരിക്കും ആപ്പിളിൻ്റെ ആ ഒരു കാർ പ്ലേയിൽ ചെയ്യുന്നത്. കാരണം കറക്റ്റ് റെസ്പോൺസും കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും ടേക്ക് ഓവർ ചെയ്യാനുള്ള ആ ഒരു ബഗ്ഗും ആപ്പിൾ ഇപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ iOS 16.3ൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ വന്ന എല്ലാ മിക്ക സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ സത്യമായിട്ട് പറയാം, നല്ല സ്മൂത്തായിട്ടാണ് എനിക്ക് ഇപ്പോൾ എൻ്റെ ഡിവൈസ് ഫീൽ ചെയ്യുന്നത്. ഒരു ലാഗിയും അല്ല, അതേപോലെ ക്ലട്ടറിങ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ എനിക്ക് എല്ലാ ആപ്ലിക്കേഷൻസും ഓൺ ആകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിക്കുള്ള ആ ഒരു റെസ്പോൺസ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ പെർഫോമൻസ് എനിക്ക് ഇപ്പോൾ ഒരു iOS 16.3യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. തേർമൽ ഇഷ്യൂ അല്ലെങ്കിൽ ഹീറ്റ് മാനേജ്മെൻറ്റ് എന്ന് നോക്കുമ്പോൾ ഇത്രയും നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ടും എൻ്റെ ഡിവൈസിൽ ഈ ഒരു ബാറ്ററി മൊഡ്യൂളിൻ്റെ ഭാഗത്തല്ലാതെ സൈഡിലോ അല്ലെങ്കിൽ ക്യാമറ ഭാഗത്തൊന്നും ചൂട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്കുള്ള തേർമൽ മാനേജ്മെൻറ്റും ഈ ഒരു ഡിവൈസിൽ നിന്ന് എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യമാണ് ഞാൻ അവസാനമായിട്ട് പറയുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും ഒരാൾക്കും ഒരു അപ്ഡേഷൻ ചെയ്ത് ഈ പറഞ്ഞ ബാറ്ററി ലോഗും കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഡിവൈസിൽ ഒരു അപ്ഡേഷൻ ചെയ്ത് അത് 1, 2, 3 ദിവസം നല്ല രീതിക്ക് റൺ ചെയ്തതാണ് ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് ആ ഒരു ഡിവൈസിൽ എങ്ങനെയാണ് കരുതാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ ബാറ്ററി ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ എൻ്റെ ഡിവൈസിൽ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം നല്ല കൂടുതലാണ്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂറും 56 മിനിറ്റുമാണ്. എൻ്റെ സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 56 മിനിറ്റുമാണ്. ഞാൻ നല്ല രീതിക്ക് എൻ്റെ ഡിവൈസിൽ ഞാൻ ബാറ്ററി കൺസപ്ഷൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഈ ഒരു ഡിവൈസിൻ്റെ പൊട്ടൻഷ്യലും യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 85% കൺസിസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിക്ക് ബാറ്ററി പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ബാറ്ററി പെർസെൻറ്റേജ് കുറഞ്ഞു, 2% കുറഞ്ഞു എന്ന് പറയുന്ന കൂട്ടുകാരാണ്. അതും 6 മാസത്തിലൊക്കെ കുറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങളുടെ ഫോൺ മാക്സിമം ഡെയിലി യൂസിന് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. നിങ്ങൾ ഏത് നേരവും ഈ പറഞ്ഞ ബാറ്ററി പെർസെൻറ്റേജും ബാറ്ററി ചാർജും ബാറ്ററി ഹെൽത്തൊന്നും എടുത്ത് നോക്കണ്ട. നിങ്ങൾക്ക് അത് പിന്നെയും അയ്യോ കുറഞ്ഞല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും തരാൻ പോകുന്നത്. ആസ് യൂഷ്വൽ ഒരു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഡേ ടു ലൈഫിൽ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതേപോലെ യൂസ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ബോധറാവാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ബാറ്ററി പെർസെൻറ്റേജ് കുറഞ്ഞ പോലൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളൊന്നും മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ